നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗവും ലാത്തിച്ചാർജും. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണം. ഏതു സാഹചര്യത്തെയും നേരിടാൻ നാട് സജ്ജമെന്നും മന്ത്രി. അൻവർ UDF-ൽ എത്തുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJP-യിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ 7.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് റെയിൽവേ പോലീസ്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. MLA ഓഫീസിനു മുന്നിൽ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അത് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പിരിഞ്ഞു പോകാതെ നിലയുറപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷമായി. പോലീസ് ലാത്തി വീശി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട AC മൊയ്തീൻ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയ ചരക്കു കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയതായും മന്ത്രി തൃശൂരിൽ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. പല ജില്ലകളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. ജൂൺ 5 വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. 6 മുതൽ 12 വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 66 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മെയ് 29-ാം തീയതി ജില്ലയിൽ ലഭിച്ച മഴ സാധാരണത്തേതിനേക്കാൾ നല്ല മഴ തന്നെയാണ് എന്നാണ് പൊതുവെ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം. മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു. പൊന്മുടിയിലെ മണിക്കൂറിനുള്ളിൽ 54 കിലോമീറ്റർ വരെ വേഗതയിലും, കുമരകത്ത് 43 കിലോമീറ്റർ, കരുമാടി 44 കിലോമീറ്റർ, റാന്നി 43 കിലോമീറ്റർ, നൂറനാട് 39 കിലോമീറ്റർ, പാരിപ്പള്ളി 39 കിലോമീറ്റർ. ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിൻ്റെ വേഗതയായിട്ട് കാണുന്നത്. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ്. വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. ആലപ്പുഴയ്ക്ക് സമീപം ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട്
കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയതായും തീരം വൃത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നർ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വരില്ല എന്നുള്ളതാണ് DGCIയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമായതെന്നും മന്ത്രി പറഞ്ഞു. കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് അപകടകരമാം വിധത്തിൽ ജലവുമായി കൂടിച്ചേരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് TNT കമ്പനി നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. DG ഷിപ്പിംഗ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും ഈ കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വളരെ സേഫായി പുറത്തേക്ക് വരാത്ത വിധം അലൂമിനിയം ഷീറ്റടിച്ച് ഭദ്രമാക്കിയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് ഉള്ളത്. അതൊരു കാരണവശാലും പുറത്ത് വരില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടാകേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ആരംഭിച്ച നേരത്തെ ഞാൻ പറഞ്ഞ സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നമ്മൾ ഈ 51 മീറ്ററും 31 മീറ്ററും കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ പട്ടാമ്പി തൃത്താല മേഖലയിൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഓങ്ങല്ലൂർ, ചെങ്ങണംകുന്ന്, തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ ഇരുകരയും മുട്ടിയൊഴുകുന്ന ഭാരതപ്പുഴയിൽ ഒഴുക്കും വർദ്ധിച്ചു. പട്ടാമ്പി പാലത്തിന് 1.5 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പാലത്തിന് മുകളിലൂടെ ഒഴുകുന്ന സാഹചര്യം വന്നാൽ വാഹനങ്ങളുടെ പോക്ക് നിലയ്ക്കും. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ, ചെങ്ങണാങ്കുന്ന്, തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ഒഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നേരത്തെ നിർത്തിവെച്ചിരുന്നു. മഴ ഇനിയും ശക്തമാകുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി തൃത്താല മേഖലയിലെ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അൻവർ UDFൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJPയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. സന്ധ്യയാകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തോട് K. മുരളീധരന്റെ ആദ്യ പ്രതികരണം. അൻവർ UDFലെത്തും, അദ്ദേഹം തെറ്റുതിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ പറഞ്ഞു. ട്രെയിനുകളൊക്കെ ലേറ്റാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇതിലേറെ പ്രശ്നമാണ് നിലമ്പൂർ പല ഭാഗങ്ങളിലും വെള്ളം കയറി ശക്തമായിട്ട് മഴയാണ്. അവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ ഇലക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു പ്രശ്നവുമില്ല. അൻവറിന് കൊടുത്തിട്ടുള്ള വാക്കുകൾക്കൊന്നും ഒരു മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. പക്ഷെ അതിന് ശേഷം ഉണ്ടായ അൻവറിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളുടെ തകരാറുകൾ അദ്ദേഹം തന്നെ പരിഹരിച്ചാൽ മതി. തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് ഇപ്പോഴെൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് UDF സഹായിച്ചതാണ് എൻ്റെ പ്രതീക്ഷ. തരൂർ BJPയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസം. പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നേട്ടങ്ങൾ അദ്ദേഹം പറയാതെ പോയി. അക്കാര്യങ്ങൾ കൂടി എടുത്തു പറയണമായിരുന്നു. ഞാൻ ഇപ്പോഴും അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം BJPക്ക് ഒരുപാട് കാലമായി അവർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അദ്ദേഹം വഴങ്ങിയിട്ടില്ല. അദ്ദേഹം പാർട്ടിയുടെ ഓരോ അവസാനം വരെ നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഡൽഹിയിലൊക്കെ ഞാൻ സംസാരിക്കാൻ എനിക്കതായിരുന്നു. അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ BJPക്കാർ ഒരുപാട് കാലം ശ്രമിച്ചിരുന്നെങ്കിലും ആ വലയിലും അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സൊരു കോൺഗ്രസിൻ്റെ മനസ്ഥിതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. ആരാണ് വഴിയാധാരമായതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ജോ ജോസഫിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ K. മുരളീധരന്റെ പ്രതികരണം. ഞാൻ വഴിയാധാരമാകാത്തത് കൊണ്ടാണല്ലോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലപുരം പാസഞ്ചർ ട്രെയിനിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ 7.34 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. റെയിൽവേ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ട്രെയിനുകൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ പോലീസും റെയിൽവേ ഡാൻസ് ഓഫ് സ്ക്വാഡും RPF CIB സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ തീവണ്ടിയിൽ നിന്ന് കഞ്ചാവടങ്ങിയ ബാഗ് കണ്ടെത്തിയത്. തീവണ്ടിയിലെ 3-ാമത്തെ കോച്ചിന്റെ വാഷ് ബേസിന് സമീപത്തായി ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ട ഷോൾഡർ ബാഗിനുള്ളിലായിരുന്നു കഞ്ചാവ്. 7.34 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്.
ഷൊർണൂർ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു, ഉദ്യോഗസ്ഥരായ CV ഹരിദാസ്, ശശിനാരായണൻ, അജ്മൽ, അജിത് അശോക്, അജീഷ്, അനിൽകുമാർ, മണികണ്ഠൻ, ഷമീർ, രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് കൊപ്പത്ത് പാതയുടെ വശമിടിഞ്ഞു. ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ കൊപ്പത്തെ കല്ലേപ്പള്ളി പാലത്തിന് സമീപമുള്ള പാതയോരമാണ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒറ്റവരിയായി മാത്രമേ വാഹനങ്ങളെ കടത്തിവിടുന്നുള്ളൂ. ടോറസ് പോലുള്ള അമിത ഭാരമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ നിയന്ത്രണമുണ്ട്. റോഡിന് അടിയിലെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് വലിയ അപകട ഭീഷണി നേരിടുന്നുണ്ട്. സംഭവസ്ഥലം മുഹമ്മദ് മോസിൻ MLA, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കൂ എന്ന് MLA പറഞ്ഞു. ഇപ്പൊ എന്തായാലും പോലീസുമായി DYSP ആയിട്ട് സംസാരിക്കുകയും പോലീസുകാർ ഇവിടെ ഉണ്ട്. ഭാരവാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ആണ് നമ്മൾ പരിശോധിക്കും. ഇപ്പൊ തൽക്കാലം കടത്തി വിടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനിയും മഴ രൂക്ഷമാവുകയാണെങ്കിൽ അതിന്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. റോഡ് ഇതുവരെ പൊട്ടിയിട്ടില്ല. പക്ഷെ റോഡ് പൊട്ടിയിട്ടില്ലെങ്കിലും റോഡിന്റെ അടിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ കൽവർട്ടിന്റെ സൈഡിലൊക്കെയുള്ള മണ്ണ് ഒലിച്ചു പോയത് വലിയ തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉള്ളതാണ്. അപ്പൊ അത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ PWD ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി അത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 129 പ്രതിനിധികളാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായാണ് CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് വെള്ളിയാഴ്ച ഓങ്ങല്ലൂരിൽ തുടക്കമായത്. ഓങ്ങല്ലൂർ PAM ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിലാണ് 2 ദിവസത്തെ സമ്മേളനം. മുതിർന്ന നേതാവ് EP ശങ്കരൻ പതാക ഉയർത്തി. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട വിഷയവും അതാണ്. പഴയതുപോലെ ആറ്റം ബോംബും അണുബോംബും ഒന്നും ഉപയോഗിച്ചല്ല യുദ്ധം നടക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നു, മേഖലാടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും മറ്റു രാജ്യങ്ങളിലെ വിപണി കൈയടക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും. മണ്ഡലം പ്രസിഡന്റ് OK സൈതലവി അധ്യക്ഷത വഹിച്ചു. പരമേശ്വരൻ രക്തസാക്ഷി പ്രമേയവും C പ്രശാന്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മുഹമ്മദ് മോസിൻ MLA, T സിദ്ധാർത്ഥൻ, പൊറ്റശ്ശേരി മണികണ്ഠൻ, സുമലത മോഹൻദാസ്, EP ശങ്കരൻ, കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 6 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 129 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ലോക്കൽ കമ്മിറ്റികൾ യോഗം ചേർന്ന് ചർച്ച നടത്തി. സമ്മേളനത്തിൽ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം OK സൈതലവി അവതരിപ്പിച്ചു. ശനിയാഴ്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ ചർച്ച നടത്തിയ ശേഷം ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഇതോടൊപ്പം പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷോക്കേറ്റ് പിടഞ്ഞു വീണ സഹോദരങ്ങൾക്ക് രക്ഷകനായി KSEB ലൈൻമാൻ. ഒറ്റപ്പാലം കോതകുറിശി KSEB സെക്ഷനിലെ ലൈൻമാൻ ഫാരിസ് ഖാനാണ് സഹോദരങ്ങളായ 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത്. കോതകുറിശി പേങ്ങാട്ടിരി അലി സുലേഖ ദമ്പതികളുടെ മക്കളായ 5ാം ക്ലാസ് വിദ്യാർത്ഥി 10 വയസ്സുള്ള മുഹമ്മദ് നഹിയാനും 1ാം ക്ലാസ് വിദ്യാർത്ഥി 5 വയസ്സുള്ള മുഹമ്മദ് അഫാനുമാണ് ലൈൻമാൻ്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 5ാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം.
സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു കുട്ടികൾ. വഴിയിൽ കിടന്ന കമ്പി അഫാൻ മാറ്റിയിടാൻ ശ്രമിച്ചതോടെ ഷോക്കേറ്റു. ഇത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നഹിയാനും ഷോക്കേറ്റു. ഇതിനിടെയാണ് ലൈൻമാൻ ഫാരിസ് ഖാൻ സ്ഥലത്തെത്തിയത്. സമീപത്തെ വീട്ടിൽ വൈദ്യുതിയില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ എത്തിയതായിരുന്നു ലൈൻമാൻമാരായ ഫാരിസ് ഖാനും ഹരി മനോജും. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി പൊട്ടിച്ചാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കാനായി വന്നായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കംപ്ലൈൻ്റ് ഉള്ള പോസ്റ്റിൽ കംപ്ലൈൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പോസ്റ്റിൽ ഒരു സർവീസർ കൂട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആരും കണ്ടിട്ടില്ല, കംപ്ലൈൻറ്റ് വന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള പോസ്റ്റിലെ കംപ്ലൈൻറ്റ് വന്നിറങ്ങി 1 മിനിറ്റ് സമയം പരിഹരിച്ച് ആ പോസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് തൊട്ട് പുറകിലെ പോസ്റ്റിൽ ഇന്ന് കുട്ടിയുടെ ആക്സിഡൻറ്റ്. 2 കുട്ടികളുണ്ട്. ഒരു 5 വയസ്സായ കുട്ടിയും ഒരു 9 വയസ്സായ കുട്ടിയായിരുന്നു. നോക്കുന്ന സമയത്ത് കമ്പി കുട്ടി 2 പേരും കറണ്ടുള്ള കമ്പി സ്റ്റേ കമ്പി കുട്ടിയാണ്. കാരണം ആ ലൈൻ പൊട്ടിയിട്ട് റോഡ് ക്രോസിൻ്റെ സർവീസ് പൊട്ടി ആ സ്റ്റേ കമ്പി ലൈനിൽ ആ കമ്പിയിൽ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മറ്റു ആയുധങ്ങളൊന്നുമില്ല. ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ ഏകദേശം ഒരു 10-30-40 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയം വരെ ഓടി എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് എന്തെങ്കിലും മാരകമായ അപകടം സംഭവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു. കട്ടിംഗ് പ്ലെയർ കൊണ്ട് വലിച്ച് കമ്പി കുട്ടികളുടെ കയ്യിൽ 7 മീറ്ററോളം കമ്പി ഉണ്ടായിരുന്നു. കമ്പി വലിച്ച് മാറ്റുകയാണ് ചെയ്തത്. അതിനിടയിൽ ചെറുതായിട്ട് എനിക്ക് ഷോക്ക് ഏറ്റു. 2ാം തവണയും വലിച്ചതിലാണ് കുട്ടികൾ ആ കമ്പിയിൽ നിന്ന് വേർപെട്ടത്. 2 കുട്ടികളുടെ എന്തായാലും എല്ലാവരോടും പറയാനുള്ളത് വൈദ്യുതി അപകടങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ഓപ്പൺ കണ്ടക്ടറാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ മഴക്കാലങ്ങളിൽ വളരെയധികം കൂടുതലാണ്. ലൈൻമാൻ്റെ സമയോചിതമായ ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയതെന്ന് അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പറഞ്ഞു. KSEBിൻ്റെ പരിധിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫിറോസ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത്. അതായത് ഏറ്റവും പെട്ടെന്ന് ഒരു തരത്തിലും വേറെ തരത്തിലും ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അതായത് ലൈന് കുട്ടികളുടെ മുകളിൽ ചുറ്റിയ ആ അവസ്ഥയിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈന് വലിച്ചു നീക്കി ഷോക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അതുപോലും ഒരു തരത്തിലും ഒരു സെക്കൻഡ് പോലും തടസ്സപ്പെടാതെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. അതായത് സ്വന്തം ജീവൻ അവിടെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത്. അത്രയും കഠിനമായിട്ട് ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റിലാണ് അപകടം സംഭവിച്ചത്. ആ തൊട്ടടുത്ത പോസ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് 2 കുട്ടികൾ റോഡിൽ കൂടെ നടന്നു വരുന്നത്. അപ്പോഴാണ് അപ്പുറത്തെ പോസ്റ്റിൽ ലൈന് പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടായത്. ആ കിടക്കുക ആ നിമിഷം തന്നെ ചാടി ഇറങ്ങിക്കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ത്യാഗം, അതായത് KSEBിനെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും കഴിയില്ല. അവരുടെ ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോപി കണ്ണൻ ചരിഞ്ഞു. പുലർച്ചെ 4 മണിയോടെ ആനക്കോട്ടയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം മുതൽ ഗോപി കണ്ണൻ തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. 9 തവണ ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവായിട്ടുണ്ട്. 2001 തൃശൂരിലെ വ്യവസായി ഗോപു നന്ദിലത്താണ് ഗോപി കണ്ണനെ ഗുരുവായൂരിൽ നടയിരുത്തിയത്. 49 വയസ്സായിരുന്നു. ആനക്കോട്ടയിലെ യുവരാജാവായി അറിയപ്പെടുന്ന ഗോപി കണ്ണൻ ചുറുചുറുക്കുള്ള ആനയായിരുന്നു. അപ്രതീക്ഷിതമാണ് വിയോഗം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദുന്നൂരിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഷാഹിർ അലി ശിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. യുവാർ പ്രദീപ് MLA, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MP കുഞ്ഞിക്കോയ തങ്ങൾ, ബഷീർ ഫൈസി ദേശമംഗലം, ഗിന്നസ് സത്താർ ആദൂർ, KP ഉണ്ണി പുതുശ്ശേരി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. കൂടാതെ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജാതിഭേദഭേദമന്യേ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ വരുവാനും കാണുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 10-ന് സ്നേഹസംഗമവും നടക്കുമെന്ന് പുതുശ്ശേരി മഹല്ല് ജനറൽ സെക്രട്ടറി MM സിദ്ദിഖ്,
മഹല്ല് ട്രഷറർ PU അബ്ദുൽ കരീം, നിർമ്മാണ കമ്മിറ്റി കൺവീനർ AA അബ്ദുൽ ഷഹീം, മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി, PA ബഷീർ മുസ്ലിയാർ തലശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 1-ാം തീയതി ളുഹർ നമസ്കാരത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുകയാണ്. പാണക്കാട് ശിഹാബ് തങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉദ്ഘാടനത്തിൽ എത്തുന്നതാണ്. ഇവിടെ വിശിഷ്ടാതിഥികളും ഈ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് അധികം ആളുകളെ ക്ഷണിക്കുവാനോ ബന്ധപ്പെടുവാനോ കഴിയാത്തത് കാരണം കൊണ്ട് ഈ ഉദ്ഘാടനത്തിന് എല്ലാ ജനങ്ങളും എത്തിച്ചേരുമെന്ന്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗവും ലാത്തിച്ചാർജും. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണം. ഏതു സാഹചര്യത്തെയും നേരിടാൻ നാട് സജ്ജമെന്നും മന്ത്രി. അൻവർ UDF-ൽ എത്തുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJP-യിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ 7.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് റെയിൽവേ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.